ആശുപത്രിയിലാണ് ഉള്ളത്. ഈ ശിവാജി നഗറിലെ ആശുപത്രിയിൽ നിന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തെ വഹിച്ചുള്ള ഈ വാഹനം പുറപ്പെടും. ഈ മോർച്ചറിക്ക് മുൻപിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ ഉണ്ട്. ഈ വാഹനം സജ്ജമാക്കിയിട്ടുണ്ട്. ഈ വാഹനത്തിൽ നേരെ ബന്നാർക്കട്ടയിലുള്ള അദ്ദേഹത്തിൻ്റെ റിസോർട്ടിലേക്കാണ് പോവുക. തൻ്റെ അന്തിമവിശ്രമം ഈ റിസോർട്ടിനോട് ചേർന്നുള്ള ഈ സ്ഥലത്ത് വേണമെന്ന് അദ്ദേഹത്തിന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടി ആഗ്രഹം പരിഗണിച്ചാണ് ഈ പള്ളിയുടെ സെമിത്തേരിക്കും പകരം സ്വന്തം സ്ഥലത്ത് ഈ കബറടക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സെൻറ്റ് പീറ്റേഴ്സ് ചർച്ചിലായിരിക്കും അന്തിമോപചാര ചടങ്ങുകൾ ശുശ്രൂഷകളും മറ്റും ഉണ്ടാവുക. രാവിലെ ഇത് നേരെ ബന്നാർക്കട്ടയിലെ ഈ റിസോർട്ടിലേക്ക്, അവിടെ അദ്ദേഹത്തിൻ്റെ വലിയൊരു റിസോർട്ടാണ്, ആ റിസോർട്ടിൽ ആയിരിക്കും പൊതുദർശനം ഉണ്ടാവുക. പിന്നീട് ഈ സെൻറ്റ് പീറ്റേഴ്സ് ചർച്ചിൽ ഈ അന്ത്യ ശുശ്രൂഷകൾ നടക്കും. അവിടെ ഈ ക്രിസ്ത്യൻ പുരോഹിതന്മാരുടെ നേതൃത്വത്തിലുള്ള ഈ ചടങ്ങുകളും മറ്റും കഴിഞ്ഞ് വീണ്ടും ഈ അദ്ദേഹത്തിൻ്റെ ബന്നാർക്കട്ടയിലെ റിസോർട്ടിലേക്ക് ഈ മൃതദേഹം കൊണ്ടുപോകുകയും 2 മണി മുതൽ 4 മണി വരെ ഈ ചടങ്ങുകളാണ്, അന്ത്യ ശുശ്രൂഷ ചടങ്ങുകൾ നടക്കും. പിന്നീട് 4 മണിയോടുകൂടി കബറടക്ക ചടങ്ങ് എന്നുള്ളതാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൽ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും സുപ്രധാനമായ കാര്യം, ഇന്നലെ വൈകുന്നേരത്തോടു കൂടി CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. വംശി കൃഷ്ണ എന്ന DIGയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ബംഗളൂരു സെൻട്രൽ DCP അടക്കമുള്ള ആളുകൾ അന്വേഷണ സംഘത്തിലുണ്ട്. ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഈ പ്രധാനപ്പെട്ട ഒന്നും ഇതുവരെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ CCTV ദൃശ്യങ്ങളിൽ പ്രധാനമായും ഉള്ളത് ഈ ഇദ്ദേഹം നടന്നു പോകുന്ന ദൃശ്യങ്ങളും ഈ ഉദ്യോഗസ്ഥർ ചില പരിശോധനകൾ നടത്തുന്നതാണ്. എന്നാൽ ഈ റോയിയെ നേരിട്ട് ചോദ്യം ചെയ്യുന്ന ദൃശ്യങ്ങളോ റോയിയും ഉദ്യോഗസ്ഥരും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള തർക്കമുണ്ടാകുന്ന ദൃശ്യങ്ങളോ ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്തായാലും 3 ദിവസം ഈ ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ടായിരുന്നു. ആ ബാക്കി ദിവസത്തെ, വെള്ളിയാഴ്ചത്തെ അദ്ദേഹം മരിക്കുന്ന ആ ദിവസത്തെ CCTV ദൃശ്യങ്ങളാണ് ശേഖരിച്ചിട്ടുള്ളത്. ഈ മറ്റു ദിവസങ്ങളിലെ CCTV ദൃശ്യങ്ങൾ കൂടി ശേഖരിക്കും. ഈ ഉദ്യോഗസ്ഥരുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡെപ്യൂട്ടി കമ്മീഷണർ അടക്കമുള്ള, ആദായനികുതി വകുപ്പിൻ്റെ ഡെപ്യൂട്ടി കമ്മീഷണർ അടക്കമുള്ള ആളുകളുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർ തങ്ങൾ നിയമപരമായ കാര്യങ്ങളാണ് ചെയ്തതെന്നും ഒരു തരത്തിലും അദ്ദേഹത്തെ മാനസികമായി പീഡിപ്പിക്കുന്ന ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നും സ്വാഭാവികമായും മൊഴി നൽകിയിട്ടുണ്ട്. ഇതിൽ ഇനി കൂടുതൽ CCTV ദൃശ്യങ്ങൾ ലഭിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ മൊഴി രേഖപ്പെടുത്തുമ്പോഴേ അതിൽ ഒരു വ്യക്തത വരൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും DIG വംശി കൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള ഒരു ശക്തമായ അന്വേഷണമുണ്ട്.